ഇവിടെ നമ്മൾ നോക്കുന്നത് S2 കമ്പ്യൂട്ടർ സയൻസിൽ ഏതൊക്കെ സബ്ജക്റ്റുകൾ നമുക്ക് പഠിക്കണം എന്നുള്ളതാണ്. ഒന്നാമതായിട്ട് നമുക്ക് മാത്സ് പഠിക്കണം. പിന്നെ രണ്ടാമത് നമുക്ക് ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി എന്ന് വെച്ചാൽ നമ്മൾ S1 ഫിസിക്സ് എടുത്തവരാണെങ്കിൽ ഇപ്പോൾ S2 കെമിസ്ട്രി എടുക്കണം. S1 കെമിസ്ട്രി എടുത്തവരാണെങ്കിൽ ഇപ്പോൾ ഫിസിക്സ് എടുക്കണം. പിന്നെ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളത് ഫൗണ്ടേഷൻസ് ഓഫ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന പേപ്പർ. അതിനകത്ത് ഹാർഡ്വെയർ മുതൽ വെബ് ഡിസൈൻ വരെയുള്ളതിൻ്റെ ബേസിക്സ് പ്രൊവൈഡ് ചെയ്യും. പിന്നെ പ്രോഗ്രാമിംഗ് ഇൻ C ആണ്. പിന്നെ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് പഠിക്കണം. ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, മറ്റേ ഗ്രൂപ്പ്, റിങ്, അങ്ങനെയുള്ള കൺസെപ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, ഗ്രാഫ്, അതെല്ലാം ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിൽ വരും. പിന്നെ നമുക്കൊരു പേപ്പർ എഞ്ചിനീയറിംഗ് എന്റർപ്രണർഷിപ്പ് ആൻഡ് IPR ഇന്റലക്ച്വൽ പേറ്റൻസ് റൈറ്റ്സ്, അതിനെക്കുറിച്ച് ഒരു പേപ്പർ ഉണ്ട്. അതൊക്കെ 3 ക്രെഡിറ്റ് കോഴ്സുകളാണ്. ഈ പറഞ്ഞ ഇത്രയും 3 ക്രെഡിറ്റ് കോഴ്സുകളാണ്. പിന്നെ നിങ്ങൾ ഹെൽത്ത് ആൻഡ് വെൽനസ് S1 പഠിച്ചവരാണെങ്കിൽ ലൈഫ് സ്കിൽ ആൻഡ് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും S2 പഠിക്കുന്നത്. അതല്ല, ലൈഫ് സ്കിൽ ആൻഡ് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ S1 പഠിച്ചവരാണെങ്കിൽ ഇപ്പം S2 ഹെൽത്ത് ആൻഡ് വെൽനസ് എടുക്കണം. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഫിസിക്സ് കെമിസ്ട്രി പോലെ തന്നെയാണ് ഈ കോഴ്സ്. പിന്നെ നമുക്കൊരു IT വർക്ക്ഷോപ്പ് ഉണ്ട്. അത് കൂടാതെ നമുക്കൊരു 1 ക്രെഡിറ്റ് ഉള്ള ഈ വർക്ക്ഷോപ്പിനും 1 ക്രെഡിറ്റേ നമുക്ക് കിട്ടത്തുള്ളൂ. അതുപോലെ ഒരു സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് ഉണ്ട് നാസ്കോമിന്റെ. അത് ഡിജിറ്റൽ 101 എന്ന് പറയുന്നത് ആണ് ഉള്ളത്. അപ്പൊ നമുക്ക് ടോട്ടൽ അതിനെക്കുറിച്ചൊന്ന് നോക്കാം. എന്താണ് ടോട്ടൽ 24 ക്രെഡിറ്റ് ആണ് ഈ സെമസ്റ്ററിൽ നമുക്ക് നേടുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ അതിനകത്ത് ഇന്റേണൽ 40 മാർക്കും അതേപോലെ എക്സ്റ്റേണൽ 60 മാർക്കും. അതിനകത്ത് വ്യത്യാസം വരുന്നതെന്ന് വെച്ചാൽ എഞ്ചിനീയറിംഗ് എന്റർപ്രണർഷിപ്പിന് 60 മാർക്കേ ഉള്ളൂ ഇന്റേണൽ, എക്സ്റ്റേണൽ ഇവാലുവേഷൻ 40 മാർക്ക്. പിന്നെ ഹെൽത്ത് ആൻഡ് വെൽനസോ അല്ലെങ്കിൽ ലൈഫ് സ്കില്ലോ ഒക്കെ എടുത്താൽ ഇന്റേണൽ എക്സാം മാത്രമേ ഉള്ളൂ, യൂണിവേഴ്സിറ്റി എക്സാം ഇല്ല. അതേപോലെ തന്നെ IT വർക്ക്ഷോപ്പിനും എന്താണ് IT വർക്ക്ഷോപ്പിനും ഇന്റേണലും ഉണ്ട് എക്സ്റ്റേണലും ഉണ്ട്. 50-50 മാർക്സ് ആണ്, ടോട്ടൽ 100 മാർക്സ് ആണ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഓൺലൈൻ കോഴ്സാണ് എടുക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. നാസ്കോമിന്റെ കോഴ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മൾ ഡിജിറ്റൽ 101 നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അവർ പറയുന്നത് ഈ ഡിജിറ്റൽ 101 അല്ലെങ്കിൽ നാസ്കോമിൽ നിങ്ങൾ AI ആൻഡ് ബിഗ് ഡാറ്റ അനലിറ്റിക്സ് ആണെങ്കിൽ 11 hours കോഴ്സ്, ഇന്റർനെറ്റ് ഓഫ് തിങ്സിന്റെ ഒരു 2.5 മണിക്കൂർ കോഴ്സ്, സൈബർ സെക്യൂരിറ്റി, അങ്ങനെയുള്ള കോഴ്സുകൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ചെയ്യണം. 3D പ്രിന്റിംഗ്, ഇവിടെ നമ്മൾ ഒരു ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 30 അവറിന്റെ ഈ ഡിജിറ്റൽ 101 എന്ന് പറയുന്ന സബ്ജക്റ്റിന് അണ്ടറിൽ നാസ്കോവിന്റെ കോഴ്സുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, ടോട്ടൽ എത്ര അവേഴ്സാ? 30 അവേഴ്സ്. ഓക്കെ, ഇത് നിങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ബേസ് നിങ്ങൾക്ക് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഈ കോഴ്സുകൾ നിങ്ങൾക്ക് S1 പഠിക്കാം, അല്ലെ S2 പഠിക്കാം. നിങ്ങൾക്ക് കിട്ടുന്ന ക്രെഡിറ്റ് ഒഫീഷ്യലി റെക്കോർഡ് ചെയ്യുന്നത് S2 അത് റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. ഇനി നാസ്കോം കോഴ്സ് അല്ലെ നാസ്കോം എന്ന് പറയുന്നത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റുമായിട്ട് ചേർന്നിട്ട് പല എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇൻഡസ്ട്രി ലീഡേഴ്സും ഗവൺമെന്റും എല്ലാം കൂടി ചേർന്ന് രൂപീകരിച്ചിട്ടാണ് അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എമർജിംഗ് ടെക്നോളജീസ് ഉള്ള കോഴ്സുകളാണ്. ഈ പറഞ്ഞ AI, ഡാറ്റാ സയൻസ്, സൈബർ സെക്യൂരിറ്റി, IoT, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ബ്ലോക്ക് ചെയിൻ, ഇതിൻ്റെയൊക്കെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഫോക്കസ് ആണ്. ഇതിനകത്ത് കമ്പനികളായ മൈക്രോസോഫ്റ്റ്, ആമസോൺ, IBM, ഗൂഗിൾ ക്ലൗഡ് ഇങ്ങനെയുള്ള മെയിൻ കമ്പനീസും പിന്നെ ട്രെയിനിങ് പ്രൊവൈഡേഴ്സ്, സാധാരണയായിട്ട് കോഴ്സിറ, സിമ്പിൾ, എഡ്യൂറേക്ക, സ്കില്ലപ്പ് ഓൺലൈൻ എന്നൊക്കെ പറഞ്ഞ സർവീസ് ലേണിംഗ് ഓൺലൈൻ ലേണിംഗ് പ്രൊവൈഡേഴ്സും നമ്മുടെ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും കോഴ്സുകൾ, അങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും നിങ്ങൾ ചെയ്യണം. അപ്പം നിങ്ങൾ S1 തുടങ്ങാത്തവർ ഇപ്പം എത്രയും വേഗം ഇത് തുടങ്ങി ഇത് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ.